നമസ്കാരം. ഞാൻ മെക്സിക്കൻ അപാരതയിൽ നിങ്ങളെല്ലാവരും ജോമി. എൻ്റെ റിയൽ പേര് വിഷ്ണു എന്നാണ്. ഞാൻ സിനിമയുടെ ക്യാമറയുടെ ബാക്കിലായിരുന്നു കുറേ നാൾ. അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. മെക്സിക്കൻ അപാരതയിലെ ജോമിനെ നിങ്ങളെല്ലാവരും സ്വീകരിച്ചതിൽ വലിയ നന്ദി. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ പഠിച്ചതൊക്കെ എറണാകുളത്താണ്. 4-5 കൊല്ലമായിട്ട് സിനിമ തന്നെയായിരുന്നു മേഖല. ഞാനിവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ സജീവമായ നാടക പ്രവർത്തനങ്ങളും സിനിമകൾ കാണലും പരിപാടീസും ഒക്കെ ആയിട്ട് ഉള്ള പരിപാടിയായിരുന്നു നമ്മൾ കോളേജിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് സോൺ നാഷണൽ പരിപാടി എല്ലാത്തിനും സജീവമായ പങ്കെടുക്കൽ, നാടക റിഹേഴ്സൽ ക്യാമ്പ്. അപ്പോൾ അങ്ങനെ ഈ ആക്ടിങ്ങിൻ്റെ അടുത്ത് നമ്മൾ ഭയങ്കരമായി ഈ പറയുന്ന പ്ലേസ്ഡായി പോയി. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കഥകൾ എഴുത്ത്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിട്ട് ഉള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് എന്താണ് അടുത്തത് എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോൾ പൂനെയിൽ പോകാം എന്നുള്ളൊരു ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടുന്നത്. സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയ പടത്തിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. ആ സിനിമയ്ക്ക് 2011 മികച്ച എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫിലിമിൽ നാഷണൽ അവാർഡ് കിട്ടി. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ നമ്മുടെ ചേതൻ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചേതൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി അത്യാവശ്യം പരിചയങ്ങളൊക്കെ ആയപ്പോൾ പിന്നെയും സിനിമകൾ വരാൻ തുടങ്ങി. അങ്ങനെ സിനിമയുടെ ബാക്കിൽ തമിഴ് പടത്തിൽ ഒരെണ്ണം വർക്ക് ചെയ്തു. അങ്ങനെ ഹിന്ദി മദ്രാസ് കഫേയിൽ ജോൺ അബ്രഹാമിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പയ്യെ സിനിമകളായി, പരിചയങ്ങളായി, ആഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മെക്സിക്കൻ അപാരതയുടെ ഡയറക്ടർ ടോം സാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ടോം സാറിൻ്റെ അസോസിയേറ്റായിട്ട് പരസ്യങ്ങൾ ചെയ്തു. അങ്ങനെ ടോം സാറ് സിനിമ എഴുതിയപ്പോൾ അതിലെനിക്ക് നല്ലൊരു വേഷം തന്നു. അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ ഇത്രയും വരെയുള്ള ഒരു ജേർണി ചെറുതാക്കി പറഞ്ഞാൽ. അത് ഇപ്പം നാടകത്തിൽ ഞാൻ ചെയ്തിരുന്ന നാടകങ്ങൾ സത്യം പറഞ്ഞാൽ സീരിയസ് റോൾ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അതുപോലെ തന്നെ സ്കിറ്റുകൾ ചെയ്യായിരുന്നു. സ്കിറ്റ് ഇപ്പം നമ്മുടെ ഞാനും നമ്മുടെ സിനിമകളിൽ ഇപ്പം ആമയിലെ നമ്മുടെ തെങ്ങേറ്റക്കാരനായ മറ്റേ ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഗോകുലൻ. ഇപ്പം ഞാനും ഗോകുലനും ഒരേ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ്, ഗോകുലൻ MPhil വരുന്നത് ചെയ്തത്. അപ്പം ഈ പറയുന്ന പോലെ ഞങ്ങൾ കുറേ സ്കിറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം പോലെ അരമണിക്കൂർ പരിപാടിയല്ല, അത് 10 മിനിറ്റ് കാണും. 10 മിനിറ്റിൽ നമ്മൾ പട്ടക്കം പൊട്ടിക്കുന്ന പോലെ പെർഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കാസം വരണം. അപ്പം നമ്മുടെ പെർഫോമൻസ് ആൾക്കാർ ഇഷ്ടപ്പെടണം. അപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ട്രെയിനിങ് ഉണ്ട്. ഈ 10 മിനിറ്റ് കൊണ്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞൊരു പർപ്പസ്. അപ്പോൾ അങ്ങനെ ഒരു സ്കിറ്റിൻ്റെ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ കോമഡി ടൈമിങ് എനിക്കിപ്പോൾ ആൾക്കാർ പറയുന്നത് വളരെ നന്നായിട്ട് കോമഡി ടൈമിങ് ഉണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ട്രെയിനിങ് ആയിരിക്കും എനിക്കത് പോസിബിൾ ആക്കിയെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മെക്സിക്കൻ അപാരതയിൽ ഈ പറയുന്ന പോലെ കൗണ്ടർ അടിക്കാനും ടൈമിങ്ങും എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. പിന്നെ ടോം സാറിൻ്റെ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരുന്നു. നമുക്ക് സീൻസ് ചെയ്യാൻ നേരത്ത് ആ ഒരു ഫ്രീഡം തന്നിരിക്കുന്ന പോർഷൻ ഭയങ്കരമാണ്. കാരണം നിനക്ക് എന്താണെന്ന് തോന്നുന്നത് നീ അത് പറഞ്ഞോളൂ. പിന്നെ ടൊവിനോയും നീരജും അവരുടെ ഒരു കെമിസ്ട്രി അവരുമായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ കോമഡീസ് വർക്കൗട്ടായെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ പല സിനിമകളും തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ചിരിക്കാൻ നേരുന്ന അതേ തിയേറ്ററിൽ ആൾക്കാരിരുന്ന് നമ്മുടെ കോമഡീസിന് ചിരിക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമല്ല അത്. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ഷനിലേക്ക് കടക്കുക. അപ്പോൾ ഞാനിപ്പോൾ അഭിനയത്തിനേക്കാളും മുന്നെയാണ് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ദോസ്ത്, അതായത് ഒരു കൂട്ടുകാരന്മാരുടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ഒരു സിനിമയാണ്. അതിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് ജോയ് എന്നാണ്. അതിൽ നമ്മൾ അഭിനയിക്കുന്ന നടൻ്റെ പേര് വിഷ്ണു എന്നാണ്. എൻ്റെ വളരെ മുന്നേ ഉള്ള കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണു നമ്മുടെ മലയാള സിനിമയിൽ വളരെയധികം പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിനയൻ സാറിൻ്റെ മകനാണ് വിഷ്ണു. അപ്പം ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമയാണ്. ഞാനും എൻ്റെ റൂംമേറ്റൂടെ കൂടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അനൂപ് എന്ന് പറഞ്ഞ ഞങ്ങൾ കുശാറിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ റൂംമേറ്റൂടെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നെ സിനിമയുടെ മുന്നിലും പിന്നിലുമായിട്ടുള്ള കുറേ പുതുമുഖങ്ങളുണ്ട്. അതിൽ അഭിനയിക്കുന്നത് വേറെ നമ്മുടെ ജോജു ഉണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, സായി കുമാർ ഉണ്ട്, നോബി ഉണ്ട്,
നമ്മുടെ മറിമായും ശ്രീകുമാറുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഹാപ്പി പടമാണ്. സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സെൻട്രൽ ക്യാരക്ടറിൻ്റെ പേര് ജോയ് എന്നാണ്. ആ ജോയിയുടെ ഒരു ഹിസ്റ്ററി, എറണാകുളം ലോ കോളേജിൽ പഠിച്ചിരുന്ന അവരുടെ അടിച്ചുപൊളിയും ജീവിതത്തിലെ ഈ പറയുന്ന അലസത്തരങ്ങളിൽ നിന്നും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ജോയ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ലൈഫിലെ വലിയൊരു ചേഞ്ച് ഓവർ സംഭവിക്കുന്നതും അവൻ ലൈഫ് തിരിച്ചറിയുന്നതും ഒക്കെയാണ് ഹിസ്റ്ററി ഓഫ് ജോയ്. പിന്നെ നമ്മൾ കൂടുതലും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഈ പറയുന്ന ന്യൂ ജനറേഷൻ സിനിമകളിൽ നമ്മൾ ചർച്ച ചെയ്യാത്തതല്ല, ഈ പറയുന്ന ഒരു അച്ഛൻ മോൻ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളൊരു പടങ്ങൾ, ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വർക്കൗട്ടായി എന്നുള്ളതാണ്. അത് ഞാനല്ല പറയേണ്ടത്, അതെന്തായാലും നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. സിനിമ എന്തായാലും ഉടനെ തിയേറ്ററിലേക്ക് എത്തും. ഇതിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ ഉടൻ തന്നെ വിടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ ജോമിനെ സ്വീകരിച്ച പോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ജോയിനെ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഞാൻ വെക്കുന്നു. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക. അത് സംവിധാനത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ജോഷി മാത്യു സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയ പടം, അതായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തമിഴിലൊരു സിനിമ വർക്ക് ചെയ്തത്, അതിപ്പം ഒരു മാസത്തിനുള്ളിൽ റിലീസാണ്, വിഴിത്തിരു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആദ്യകാല ഷെഡ്യൂളുകളിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൂടുതലും സജീവമായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ടോം സാറിൻ്റെ കൂടെ ആയിരുന്നു. ആഡുകളിൽ നിന്ന് ഉണ്ടായിരുന്ന കുറേ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിലുള്ള. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഡയറക്ഷൻ ഒരു ഇത് പോകുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയത് കൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, എൻ്റെ കൂടെ തന്നെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും എൻ്റെ ക്യാമറാമാൻ്റെയും എൻ്റെ ആ ഹോൾ ക്രൂവിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രം ഡയറക്റ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ പറയുന്ന പോലെ എൻ്റെ ഇപ്പം ആക്ടറായ വിഷ്ണുവും എല്ലാവരും സിനിമേനെ ഭയങ്കരമായി പാഷനിലൂടെ കാണുന്നതാണ്. അപ്പോൾ അല്ലാതെ ഒരാൾ മാത്രം നമ്മൾ ഡയറക്ഷനിൽ കമൻറ്റ് ചെയ്യുക പരിപാടി അല്ലാതെ ഞങ്ങളൊരു കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പടമാണ്. അപ്പം ഫ്രം ഹാർട്ടാണ് ആ പടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റേതായ ഒരു ലൈഫ് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു പ്രതീക്ഷ. അത് ഒരാളുടെ സിനിമയല്ല, ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെയോ സിനിമയല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പെയിനാണ് ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന് പറഞ്ഞൊരു പെയിനല്ല, ഒരു ഹാപ്പിനെസ്. ആ പെയിനൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ അതാണ് ഹിസ്റ്ററി ഓഫ് ജോയ്. അപ്പോൾ എന്തായാലും നിങ്ങളത് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് 100% ഉണ്ട്. അതെന്തായാലും തിയേറ്ററിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റട്ടെ. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ സിനിമയുടെ അടുത്ത് നമുക്കൊരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു പാഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻ്റായിട്ട് സിനിമ കാണുക, നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഒരു ഹുക്കിംഗ് ഫാക്ടർ അങ്ങനെയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിനിമ പോലും എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം ഒരു സിനിമ പോലും വിടാതെ എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഈ പറയുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പടങ്ങൾ പോലും ഒരെണ്ണം പോലും വിടാതെ ലിറ്ററലി ഞാൻ പറയുകയാണ്, ഒരെണ്ണം പോലും വിടാതെ കാണുന്ന ആളാണ്. അപ്പോൾ നമ്മൾ സിനിമേനെ കാണുമ്പോൾ നമുക്ക് ബേസിക്കലി അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ലൈറ്റിംഗ് ഫാക്ടറോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കാതെ നമുക്ക് ആ ഒരു സിനിമേനെ നമുക്കൊരു 2.5 മണിക്കൂറോ അല്ല 1 മണിക്കൂറോ 2 മണിക്കൂറിലോ നമുക്ക് ഒരു കഥ പറഞ്ഞു തീർക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം എനിക്കൊന്ന് പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്ന ഡയറക്ടേഴ്സ് ഇത്ര ഈ മറ്റേ വിസ്മയം കാണിക്കുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും, അങ്ങനെ സിനിമേനെ ഫോളോ ചെയ്യുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്രൂ ഉണ്ടാകും. നല്ല ക്യാമറാമാൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ പടത്തിലെ അസോസിയേറ്റ് ഡയറക്ടറോ ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് നല്ലൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിനിമ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, നമ്മൾ ഞാനും പല ഇൻ്റർവ്യൂസിൽ കണ്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഔട്ട്പുട്ട് അല്ല, ഒരു കൂട്ടായ്മയുടെ ഔട്ട്പുട്ടാണ്. അതിൽ ഓരോരുത്തരും ഡയറക്ടറാണ്, ഓരോരുത്തരും ആക്ടറാണ്, ഓരോരുത്തരും മ്യൂസിക് ഡയറക്ടറാണ് എന്ന് പറയുന്ന പോലെ സിനിമ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷന് നമുക്ക് എത്രത്തോളം ഈ തിയറിറ്റിക്കലായിട്ടുള്ള സ്റ്റഡിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്ന നമ്മുടെ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹവും നമ്മുടെ ഒരു പാഷനുമാണ് സിനിമയുടെ ഔട്ട്പുട്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ പണ്ട് ഒരു ഫിലിം ക്യാമ്പിന് പോയപ്പോൾ അതിൽ നാസർ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞൊരു ഹോൾ പ്രോസസ്സാണ് നമുക്ക് ത്രില്ലിങ്.
അതിൻ്റെ അകത്തൊരു സെർട്ടൺ കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് ലൈറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെ ആർട്ടിൽ മറ്റേ ആണി ഇടിക്കാൻ പറഞ്ഞാലോ എനിക്ക് സിനിമയിലെ കാര്യത്തിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നാടകം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമുക്ക് കട്ടൻ വലിക്കാനും ആർട്ട് ചെയ്യാനും ഒക്കെ വളരെ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ഷനോ ആണോ ആക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ എന്നെ രണ്ട് കാര്യവും ഭയങ്കരമായി ത്രില്ലടിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ടിങ് മാത്രമാണോ ഡയറക്ഷൻ ആണോ സ്ക്രിപ്റ്റിംഗ് ആണോ എന്താണെങ്കിലും എനിക്കിതിൻ്റെ ഒരു ഹോൾ പ്രോസസ്സാണ് നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ത്രില്ല് നമുക്ക് ജീവിതകാലം മൊത്തവും അങ്ങനെ ഉണ്ടാകാൻ പറ്റട്ടെ. അപ്പോൾ ആ ഒരു ത്രില്ല് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പാഷൻ നമ്മൾ ഈ സിനിമ എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ജോമി വർക്കൗട്ട് ആകുന്നതും സക്സസ് ഉണ്ടാകുന്നതും ഇതിന് റിട്ടേൺ കിട്ടുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ത്രില്ല് എന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റട്ടെ. ഈ പറയുന്ന ഈ മറ്റേ ആൾക്കാർ പറയുന്ന പോലെ സക്സസിൻ്റെ മേളിൽ കയറി വലിയ സെലിബ്രിറ്റി ആവാനോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതല്ലാതെ നമുക്ക് ഈ സിനിമയെടുത്ത് എന്തോ എനിക്ക് ആ ഒരു അതിൻ്റെ ഒരു വേർഡ് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. ത്രില്ലെന്ന് ഇപ്പം ഞാൻ പറയുന്നത് തോന്നുന്നു. അപ്പം എനിക്കൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം മെസ്സേജുകൾ ഇഷ്ടംപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം അവരെ ആൾക്കാർ നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ത്രില്ല് നമ്മൾ കൊണ്ടു നടന്നിട്ടുള്ള കാരണം ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഹിസ്റ്ററി ഓഫ് ജോയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായ ഏറ്റവും നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ജോയ് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഭയങ്കരമായി കഷ്ടപ്പെടുന്ന ഒരാളുടെ കഥയാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ ക്ലബ് ചെയ്ത് പോകുന്ന അയാളുടെ മറ്റേ കൗമാരപ്രായത്തിൽ എൻജോയ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും പ്രസൻറ്റിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഷൂട്ട് ചെയ്തിരിക്കുന്ന എറണാകുളത്തെ കുറേ റിയൽ ക്രൗഡിൽ പോയി നമ്മൾ ഗിംബലൊക്കെ ആയിട്ട് പോയി മറ്റേ ഷൂട്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ്. അപ്പം ഈ എറണാകുളത്തെ മറ്റേ മറൈൻ ഡ്രൈവിലും മറ്റേ നമ്മുടെ GCDA കോംപ്ലക്സിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് ഓട്ടവും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ കുറേ ഷോട്ട് എടുക്കലും ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഓട്ടവും ബഹളവും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് അവരെ കൈയൊക്കെ പിടിപ്പിച്ച് ഓടി അത് നമുക്ക് സ്ക്രീനിൽ കിട്ടി വളരെ ഗംഭീരമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഈ റിയൽ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ ഹിസ്റ്ററി ഓഫ് ജോയിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആദ്യമായിട്ട് നമ്മളൊരു ഡയറക്ടർ ആയിക്കഴിഞ്ഞാലോ ഇപ്പോൾ വിഷ്ണു ആദ്യമായിട്ട് അഭിനയിക്കുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം പുതിയതായിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലൊരു സാധനം എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. സിനിമയുടെ ഫുൾ പ്രോസസ്സിങ് തന്നെ ഭയങ്കരമായ എക്സൈറ്റിംഗ് ആയിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം മെക്സിക്കൻ അപാരതയും ഹിസ്റ്ററി ഓഫ് ജോയും പെർഫെക്ഷനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ടിലും ഞാൻ പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അഭിനയത്തിൽ ഇനിയും ഞാൻ കുറേ പഠിക്കാനുണ്ട്. കാരണം ഇനിയും കുറേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. ഡയറക്ഷനും ഈ പറയുന്ന പോലെ നമ്മൾ നല്ലൊരു ഡയറക്ടർ ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നമുക്കുണ്ടാകുന്ന പുതിയ അനുഭവങ്ങൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. കാരണം എൻ്റെ വളരെ കാലത്തെ കുറച്ച് അനുഭവങ്ങളുടെ ഒരു ഔട്ട്പുട്ട് ആണ് ഈ പറയുന്ന ഹിസ്റ്ററി ഓഫ് ജോയ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും ഉണ്ട്, അതിൻ്റേതായ പോസിറ്റീവ്നെസ്സും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കഥ പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകും. കാരണം മെക്സിക്കൻ അപാരത നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പറയുന്ന ഇതേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആസ് എ ന്യൂ ഡയറക്ടർ പിന്നെ ആസ് എ പുതിയ ആക്ടർ ഇതെങ്ങനെ വരും, ഇതെങ്ങനെ തിയേറ്ററിൽ വർക്കൗട്ടാകും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതുണ്ട്. പക്ഷേ മെക്സിക്കൻ അപാരത വർക്കൗട്ടായി. ഹിസ്റ്ററി ഓഫ് ജോയ് ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കുട്ടീനെ പോലെ. അപ്പോൾ ഈ പറയുന്നത് അത് എന്തായാലും നിങ്ങളിലേക്ക് വരും. അതിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും രണ്ടും സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സോട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പെർഫെക്ഷൻ നമ്മൾ ഒരു ലോങ് ഫ്യൂച്ചറിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഫാക്ടറായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പെർഫെക്ഷന് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഞാനൊരാളല്ല. എനിക്ക് തീർച്ചയായും നല്ല രാഷ്ട്രീയമുള്ള ആളാണ് ഞാൻ. ഈ പറയുന്ന പോലെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി കൊണ്ടു നടക്കുന്ന ആൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം. അപ്പോൾ അത് നമ്മൾ എന്നും ഊന്നി വിളിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് തീവ്രമായ ഒറ്റ പാർട്ടി അല്ല ഒറ്റ ചിന്താഗതി എന്നുള്ളൊരിതില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാരണം അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അത് ഓരോ ആൾക്കാർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ ഡെഫിനിഷൻ അതാണ്.
അതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടോമേട്ടനാണെങ്കിലും നമ്മുടെ ടോവിനോ ആണെങ്കിലും എനിക്കൊന്ന് പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനും ആ ഇൻ്റർവ്യൂസിൻ്റെ ഒരു പാർട്ടായപ്പോൾ എനിക്ക് അതിൻ്റെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അവൻ്റെ ഒരു തിരിച്ചടി, അവൻ്റെ ഒരു റിബലിസം എന്നുള്ളൊരു രീതിയിലാണ് ഈ പടം ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവൻ ഫോളോ ചെയ്തിരിക്കുന്ന പാർട്ടി അല്ല, അവൻ ഫോളോ ചെയ്തിരിക്കുന്ന ചിന്താഗതി അതിനൊരു ചുവപ്പുണ്ടായി, അതിനൊരു തീവ്രത ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വളച്ചൊടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ കുറേ റിയൽ ഇൻസിഡൻസിനെ സിനിമയുടേതായ രീതിയിലേക്ക് മാറ്റി അതിനെ നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ റിയൽ ഇൻസിഡൻറ്റിനെ അതുപോലെ തന്നെ എടുത്ത് കാണിച്ച് അതുപോലെ തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളതല്ല മെക്സിക്കൻ ഭാരതം. അതിൻ്റെ അകത്ത് കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമേനെ സിനിമയായിട്ട് കാണുക, നമ്മൾ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് കാണുക എന്നുള്ളത് എനിക്ക് പറയാം. എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്കും അത് തന്നെ പറയാനുള്ളത്. എനിക്കൊന്ന് ഹിസ്റ്ററി ഓഫ് ജോയിൽ ഞാൻ പറഞ്ഞല്ലോ, ലോ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ്റെ ലൈഫിലുണ്ടാകുന്ന രണ്ട് പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ പിന്നെ ഇതിൻ്റെ അകത്ത് അത് മാത്രമല്ല, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ കൂടുതൽ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ 2 മണിക്കൂർ സിനിമ 2 മണിക്കൂർ റൺ ടൈമുള്ളൂ. 2 മണിക്കൂറും കൊണ്ട് തന്നെ നമ്മൾ ബോറടിപ്പിക്കാതെ ഒരു ഹാപ്പി കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായി കിടപ്പുണ്ട്. കാരണം നമ്മളിപ്പോൾ ഞാനും എൻ്റെ ലൈഫിൽ നിന്ന് കുറേ ഇൻസിഡൻസിൽ നിന്നാണ് ഇപ്പം മെക്സിക്കൻ ഭാരത ടോമേട്ടൻ എഴുതിയ പോലെ തന്നെ ടോമേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കളക്റ്റീവായിട്ടാണ് ആ സിനിമ എഴുതി. അതുപോലെ തന്നെ ഞാനും എൻ്റെ റൂംമേറ്റ് കൂടെ എഴുതിയതാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഞങ്ങളുടെ ലൈഫിലുണ്ടായ, ഞങ്ങൾ സമൂഹത്തിൽ അനുഭവിച്ചതും, ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ, ഇതിൻ്റെ അകത്ത് നമ്മൾ സിനിമയല്ല ചർച്ച ചെയ്യുന്നത്, സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നമ്മൾ ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ പറയുന്നില്ല, അനുഭവിച്ച കാര്യങ്ങളും ഈ പറയുന്ന പോലെ എറണാകുളത്ത് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും, നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും ഫൈനലി അത് സക്സസ്ഫുൾ ആവുന്നതും എല്ലാ യുവാക്കൾക്കും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ജോയിലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തരം യുവാക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ പറയുന്ന പേരൻസിനും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഈ പറയുന്ന പോലെ ഈ പുതിയ പിള്ളേരുടെ പോക്ക് എങ്ങോട്ടാണ്, ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡും ദുഃഖിതരുമാണ് ഇപ്പോഴത്തെ ഫാമിലി. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ അവർക്കും ഒരു ഉത്തരവായിരിക്കും. കാരണം നമ്മളിതൊന്നും ചെയ്യുന്നത് ചുമ്മാ തമാശയ്ക്കോ അല്ലെങ്കിൽ നമുക്കെന്നാ സമയമുണ്ടല്ലോ ചെയ്തേക്കാം എന്നല്ലാതെ നമ്മുടെ ഹാർട്ടിൻ്റെ അകത്തൊരു സാധനമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് പേരൻസിൻ്റെ അടുത്തും പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഹിസ്റ്ററി ഓഫ് ജോയ്. അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഫാക്ടറുണ്ട്, പേരൻസും പിള്ളേരും തമ്മിലുള്ള ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ജോയ് കാണേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളത്. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ എന്തായാലും ഇനി നല്ല നല്ല അവസരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.